പ്രൈസ് ദൈവവചന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം ചൊല്ലുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു ദൈവം കൊന്നുകളഞ്ഞ മനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിന് അകന്നു പോയപ്പോൾ അവന്റെ ആത്മീകരമായിരിക്കുന്നതും ജഡീകപരമായുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന വ്യക്തി. ദൈവം ആദ്യം ഈ ഭൂമിയെ സൃഷ്ടിച്ച മനുഷ്യനാണ് ആദാം. പക്ഷെ ആദാം ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നപ്പോഴും ദൈവത്തെ വിട്ട് അകന്നു പോയി അനുസരണക്കേട് ചെയ്തപ്പോഴും ആദാം ഏതൊക്കെ നിലകളിൽ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതാണ് നാം പഠിക്കുവാൻ പോകുന്നത്. ചില പഠനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ സ്റ്റക്കായി നിൽക്കുന്ന ചില പഠനങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ആദാമിനെ കുറിച്ച് പഠിച്ചപ്പോൾ എന്നെ സ്റ്റക്കാക്കി നിർത്തിയ ചില ദൈവിക പഠനങ്ങളുണ്ട്. ആത്മീകമായി നാം ചിന്തിക്കുമ്പോൾ അത് സത്യമാണ്. അത് നമുക്ക് യഥാർത്ഥമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയൊരു കാര്യമാണ്. അപ്പൊ നാം പഠിക്കുവാൻ പോകുന്ന ആദാമിനെ കുറിച്ചാണ്. അപ്പൊ യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെ വിശ്വാസ പ്രകാരം ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനാണ് ആദാം. ഈ ഖുറാനിലാണെങ്കിലും തോറയിലാണെങ്കിലും ആദാമിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ പേരിന് പുറകിൽ എന്ന് പറയുന്നത് ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് ചുമന്ന മണ്ണ് കൊണ്ടാണ്. അപ്പൊ ഈ പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആദാം എന്ന പേര് ചുമന്ന മണ്ണ് എന്ന അർത്ഥമുള്ള ഹീബ്രു ഭാഗത്തു നിന്നാണ് ആദാമിന്റെ പേരിന്റെ ഉത്ഭവം. മണ്ണിൽ നിന്നാണ് ആദാമിനെ എടുത്തു എന്നതിന് ആദാമിനെ മണ്ണിൽ നിന്നാണ് എടുത്തത്. അതുകൊണ്ട് എന്ത് ചെയ്യാ അതുകൊണ്ടാണ് ഈ വിശ്വാസം, അവരുടെ ഈ വിശ്വാസം ചുമന്ന എന്ന അർത്ഥമുള്ള ഹീബ്രു ഭാഗത്തു നിന്നാണ് ഈ പേരിന് ഉത്ഭവം. ദൈവം മണ്ണിൽ നിന്നാണ് ആദാമിനെ എടുത്ത് സൃഷ്ടിച്ചത് ഹസോദർ എന്ന് യഹൂദ ഇതിൽ പറയുന്നു. അതുപോലെ തന്നെ ചരിത്രകാര യഹൂദ തോറയിലും അവരുടെ ചരിത്രപരമായ പുസ്തകങ്ങളിലും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം ആദാമിനെ നിർമ്മിച്ചത് ഭൂമിയിലെ 4 ദിക്കിൽ നിന്ന് മണ്ണെടുത്താണ്. അപ്പൊ ആ മണ്ണിന് ഒരു പ്രത്യേക ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏതൊക്കെ അവയവങ്ങളുണ്ടോ അതിനൊക്കെ ഓരോ തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ദൈവം ആദാമിന്റെ അകത്ത് ചെയ്തെന്ന് പറയുന്നു. അതിനകത്ത് പറയുമ്പോൾ ചുമന്ന മണ്ണുകൊണ്ട് രക്തവും, കറുത്ത മണ്ണുകൊണ്ട് ഉദരവും, വെള്ള മണ്ണുകൊണ്ട് എല്ലുകളും ഞരമ്പുകളും, പച്ച മണ്ണുകൊണ്ട് ചർമ്മവും നിർമ്മിച്ചു എന്നാണ് ഈ യഹൂദ വീക്ഷണ പ്രകാരം പറയുന്നത്. ഒന്ന്, ആദാമിന്റെ രക്തം ചുമന്ന മണ്ണ് കൊണ്ടാണ്. അതുപോലെ കറുത്ത മണ്ണ് കൊണ്ടാണ് ഉദരമെന്ന്. അതുപോലെ തന്നെ എല്ലുകളും വെള്ള മണ്ണുകൊണ്ടാണ് പറയുന്നത്. പച്ച മണ്ണുകൊണ്ട് ചർമ്മം ഉണ്ടാക്കിയെന്ന് പറയുന്നു. ദൈവം തന്റെ ആത്മാവിനാണ് ആദാമിനെ നിർമ്മിച്ചത് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ലോകത്തെ ദൈവം പ്രകാശം കൊണ്ടാണ് നിർമ്മിച്ചത്. നമുക്കറിയാം ആ പ്രകാശം ആദാമിലും പ്രതിഫലിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. ഇപ്പം ഇത് നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹൂദ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആദാമ ദൈവകൽപ്പന ലംഘിച്ചു, പഴം തിന്നരുതെന്ന് പറഞ്ഞു, പക്ഷെ തിന്നു. അത് മാത്രമല്ല ദൈവസ്നേഹം ന്യായീകരിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആദാമിനോട് ഹവ്വ പറയുന്നുണ്ട് പഴം കഴിക്കാൻ, പക്ഷെ പഴം കഴിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ കൽപ്പന നേരിട്ട് കേട്ട വ്യക്തിയാണ് ആദാമ. ഹവ്വയെ പോലും നേരിട്ട് കേൾക്കാത്തല്ല, നേരിട്ട് കേട്ട വ്യക്തിയാണ് ആദാമ. പക്ഷേ ആദാം ദൈവത്തിന്റെ വാക്കിനേക്കാൾ സ്ത്രീയുടെ രണ്ടും നേരിട്ടാണ് കേൾക്കുക. പക്ഷെ എന്നാൽ സ്ത്രീയുടെ വാക്കിന് ദൈവവാക്കിനേക്കാൾ കീഴ്പ്പെട്ടപ്പോൾ ദൈവം അവിടെ അവരെ പുറത്താവും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെ ദൈവം ആദ്യം മനുഷ്യനെ നിർമ്മിച്ചത് അല്ലെ, ആ മനുഷ്യൻ ദൈവത്തിന്റെ മനുഷ്യൻ സ്ത്രീയുടെ പുരുഷനായിരിക്കണം, തലവനായിരിക്കണം. സ്ത്രീയെ അനുസരിക്കേണ്ടവനല്ല, ദൈവത്തെ അനുസരിക്കണമെന്നാണ് അവിടെ നമുക്ക് അതുകൊണ്ടാണ് ദൈവത്തെ അനുസരിക്കാതെ സ്ത്രീയെ അനുസരിച്ചുകൊണ്ടാണ് ആദാമിന് വലിയ വേദനകൾ സംഭവിച്ചത്. അപ്പൊ ക്രിസ്തീയ വീക്ഷണ പ്രകാരം നമുക്ക് കാണുവാൻ കഴിയും. ബൈബിളിലെ പരാമർശങ്ങൾ മനസ്സിലാക്കുമ്പോൾ ബൈബിൾ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം 1-ാം പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന് 26-27 വാക്യങ്ങളില് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദൈവം എന്ത് ചെയ്തു? ഇങ്ങനെ തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം തന്റെ സ്വരൂപത്തിൽ അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇസ്ലാമിക വീക്ഷണ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ ആദം എന്ന് പറയുന്ന മുസ്ലിം മതവിശ്വാസ പ്രകാരം ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യന് പ്രവാചകനുമാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിന്റെ വാക്കനുസരിക്കാതെ അപ്പൊ ഈ മുസ്ലിം ഇത് പ്രകാരം നമുക്കറിയാലോ, ബൈബിൾ പ്രകാരം ആദം ഏതം തൊട്ടം സ്വർഗീയ പരദേശിയാന്ന് പറയുന്നുണ്ട്. പക്ഷേ മുസ്ലിമിന്റെ ഇസ്ലാമിക ഇത് പ്രകാരം
അമ്മേ ഈ ഈ അവർ പറയുന്നത് ആദം സ്വർഗത്തിലായിരുന്നു പറയുന്നത്. അപ്പൊ രണ്ട് വ്യത്യസ്തമായ പഠനങ്ങളാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നു, സ്വർഗത്ത് ജീവിച്ചുകൊണ്ടിരിക്കെ ഇബിലീസ് എന്ന് പറഞ്ഞ ചെകുത്താൻ വഞ്ചനയിൽ കുടുങ്ങി ഭക്ഷിക്കരുതെന്ന പഴം ഭക്ഷിച്ച കാരണത്താൽ അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ദൈവം ആദാമിനെ എന്ത് ചെയ്തു, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചു. ഇവിടെ സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മള് ഏകം തൊട്ടും പർദീസയാന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് അതിനെ കുറിച്ച് കാണാം. അതിനുശേഷം ഈ ആദാമിനെ ഇവിടുന്ന് ഇറക്കി വിട്ട ശേഷം ആദാമ ശ്രീലങ്കയിൽ പോയെന്ന് പറയുന്നുണ്ട്. ശ്രീലങ്കയിൽ പോയി അവിടെ ശ്രീലങ്കയിലാണ് വന്നതെന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന്, ദൈവം ഏതെന്നോടത്ത് നിന്ന് പുറത്താക്കിയ ശേഷം ആദം ആദ്യം പോയിടം എന്ത് ചെയ്യാ, ശ്രീലങ്കയാന്ന് പറയുന്നുണ്ട്. അപ്പം ആ ശ്രീലങ്ക എന്ന് പറയുന്ന ആ രാജ്യത്ത് ആദം കൊടുമുടി എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടെ, ഒരു കൊടുമുടി കൂടെ ഉണ്ട്. അത് നിങ്ങൾ കുറച്ചുകൂടെ കഴിയും മനസ്സിലാകും. അമ്മേ അതേപോലെ തന്നെ ഈ ഖുറാനിലെ ആദ്യ അധ്യായമായ ആ അധ്യായത്തിലാണ് ആദാമിനെ കുറിച്ച് പറഞ്ഞപ്പം ഈ നമ്മുടെ ഈ ക്രിസ്തീയ മത മാത്രമല്ല, അത് ബൈബിളിൽ മാത്രമല്ല, ഇസ്ലാമിക്കിലാണെങ്കിലും ഖുറാനിലാണെങ്കിലും എന്ത് ചെയ്യാ, ഹീബ്രുവിലാണെങ്കിലും, അതായത് നമുക്കറിയാം ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് അത് ആദാമാണ്. ഇത് ആ ഒരു കാര്യം എന്ത് ചെയ്യാ, ഈ ഹീബ്രുവിലും, അതായത് യഹൂദന്മാരുടെ അവരുടെ മത ഗ്രന്ഥങ്ങളും ആദാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടെ എന്നെ രസിപ്പിച്ച, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, പക്ഷെ എന്നാൽ ആദാം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദാമിനെ കുറിച്ച് പഠിച്ചത് നമ്മൾ ക്രിസ്ത്യാനിത്വ ബൈബിൾ പ്രകാരം പഠിച്ചു, ഇസ്ലാമികമായിട്ട് പഠിച്ചു, നമ്മൾ യഹൂദമായിട്ട് പഠിച്ചു. എന്നാൽ ഹൈന്ദവരമായിട്ട് നാം പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഞെട്ടിപ്പോകുന്നത് അങ്ങനെയാണ്. എന്നാൽ ഇത് നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനകത്ത് പറയുക, ഈ ഹൈദികമായിട്ട്, അതായത് ഹിന്ദു പ്രകാരമുള്ള ആദം നബി, അവരും അതിനെക്കുറിച്ച് ആദമിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദം ആദ്യം എന്ത് ചെയ്യാ, ശ്രീലങ്കയിലാണ് വന്നിറങ്ങിയത്, ആദം കൊടുമുടിയിലാണ് വന്നിറങ്ങിയെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ കുറച്ചുകൂടെ പഠിക്കുമ്പോൾ ക്രിസ്ത്യാനി, അതായത് ഹൈന്ദവരായിട്ടുള്ള ആൾക്കാര് ഈ ആദമിനെ ശിവനായിട്ട് അവർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇതിന്റെ പ്രതിരൂപത്തെ എന്ന് വെച്ചാൽ ആദം നദി, ആദം എന്ന് പറയുന്ന ആ കൊടുമുടിയിൽ ഒരു കാൽപാദമുണ്ട്. ആ കാൽപാദത്തിൽ 1000 വർഷം തപസ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അവിടെ അങ്ങനെ തപസ് ചെയ്ത് ആ തപസ് ചെയ്ത ആള് ആദമാണെന്നും പിന്നത്തേതിൽ ആദം ശിവനായി എന്ന് മാറി എന്നുമാണ് ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരുടെ പഠനം. ഞാൻ എന്ത് സൈലന്റ് ആയിട്ട് ചോദിച്ചാൽ ഞങ്ങളുടെ ചുറ്റുപാടിലൊക്കെ ഈ ഹൈന്ദവരായിട്ടുള്ള, അപ്പൊ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ചിലപ്പോൾ കോപിക്കാനിടയായിത്തീരും. അതുകൊണ്ടാണ് ഞാനത് സൈലന്റ് ആയിട്ട് പറഞ്ഞത്. അപ്പം ഈ അവരുടെ എന്ന് വെച്ചാൽ അതിനൊരു നമുക്ക് വേണേ അത് സമ്മതിക്കും. കാരണം ആ ആദം ഈ ആരുടെ വാക്ക് നിമിത്തമാണ് ഏതെന്ന് പുറത്തായത്. അവസാനം എന്ത് ചെയ്തു, ആ ആദമിന്റെ കഴുത്തിലേക്ക് എന്ത് ചെയ്തു, ഇത് ചുറ്റി. അവസാനം എന്ത് ചെയ്തു, നമുക്ക് ഈ ചരിത്രകാരം വെച്ച് പഠിക്കുമ്പോൾ സ്ത്രീയുടെ ചവിട്ടേറ്റാണ് ആ വ്യക്തി മരിച്ചു പോയതെന്നും അല്ലെ ഈ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മീയ അർത്ഥങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ ആദാമ എന്ത് ചെയ്യാ, മറ്റൊരു ശക്തിയായി മാറിയെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തെ അനുസരിക്കാതെ നടന്ന മനുഷ്യൻ ലോകത്തിലേക്ക് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു പോയപ്പോൾ അവൻ പലവിധമാകുന്ന ജാതീയമായ കാര്യങ്ങളിലേക്ക് പോയി, ഇതിലേക്ക് പോയി. അത് മനുഷ്യന്റെ നാശത്തിലേക്കും മനുഷ്യന്റെ ആ ഒരു മനുഷ്യനുമായുള്ള ബന്ധത്തിൽ ദൈവത്തിന് അകന്നു പോകാൻ ഇടയായിട്ടുണ്ട്. അത് മാത്രമല്ല, ദൈവം ആദാമിനെ നിർമ്മിച്ചത് ദൈവത്തിന്റെ സാധനം എന്ത് ചെയ്യാ, ഈ പരിശുദ്ധാത്മാവിലാണ്. ദൈവത്തിന്റെ തേജസ്സിലാണ് നിർമ്മിച്ചത്. പക്ഷെ എന്താ ചെയ്യാ, തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യ നിമിത്തം ഈ ഭൂമി മുഴുവൻ പാപത്തിൽ നിറയപ്പെട്ടു. പാപത്തിൽ ജീവിച്ച മനുഷ്യൻ എന്ത് ചെയ്യാ, പാപിയാണ്. അവനെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ തിരുവചനത്തിലൊക്കെ പറയുന്നത്, നമ്മൾ ആദാമിന്റെ ജഡത്തിൽ ജീവിച്ചെങ്കിലും ക്രിസ്തുവിൽ നാം ജനിക്കണമെന്ന് പറയും. ആദാമിന്റെ ജഡം പാപം ചെയ്ത ജഡമാണ്, പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടു പോയ ജഡമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, അതുകൊണ്ട് നാം ആദാമിൽ ജീവിക്കരുത്, ക്രിസ്തുവിൽ ജീവിച്ചാൽ മാത്രമേ മടങ്ങി വരണമെങ്കിൽ, ഏതെന്തോട്ടിലേക്ക് മടങ്ങി വരണം, ക്രിസ്തുവിലേക്ക് മടങ്ങി വരണമെങ്കിൽ
നാം ആദാമായി ജീവിച്ചാൽ നമുക്ക് ഒരിക്കലും അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സന്നിധിയിൽ മടങ്ങി വരാൻ കഴിയില്ല. പക്ഷെ ദൈവത്തെ അല്ലെങ്കിൽ സ്നേഹിക്കുകയും ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിലേക്ക് മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ മക്കളെ. നമുക്ക് ഇതിനെ കുറിച്ച് പറയുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായി ചിന്തിച്ച് പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, ആദാമ് വഞ്ചിക്കപ്പെട്ടത് സ്ത്രീ പറഞ്ഞെങ്കിലും പക്ഷേ ആ തേടി തൊട്ടിൽ നിന്ന് പുറത്തു പോകാൻ കാരണമായ പാമ്പല്ലേ. പിന്നത്തേതിൽ ഈ വ്യക്തിയുടെ കഴുത്തിൽ തന്നെ ഇത് ചുറ്റിക്കിടക്കുന്ന നമുക്ക് കാണുന്നില്ലേ. അപ്പം അത് മാത്രമല്ല, സ്ത്രീയുടെ വാക്ക് കേട്ടാണ് എന്ത് ചെയ്തത്, ആദാം വഞ്ചിക്കപ്പെട്ട പോലും കാണുവാൻ കഴിയും. സ്ത്രീയെ ഈ പാമ്പ് കുലുക്കി. പക്ഷെ പിന്നത്തേതിൽ ഇവര് 3 പേരുടെ കൂടി ചേർന്നാണ് എന്ത് ചെയ്യുക, ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ചരിത്രകാരന്മാരല്ല, നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ കുറെ സെർച്ച് ചെയ്തിട്ട് അതിനകത്ത് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദാം പിന്നത്തേതിൽ ശിവനായി മാറി എന്ന് നമുക്ക് കാണുവാൻ. അപ്പൊ പ്രിയപ്പെട്ടവരെ നോക്കുക, ദൈവത്തിന് അകന്നു പോയി മനുഷ്യൻ എവിടെയൊക്കെ പോയി, ഭൂമിയിലേക്ക് പോയി. പകരം എന്ത് ചെയ്തു, മറ്റൊരു ശക്തിയായി മാറി. ചില വ്യക്തികളൊക്കെ വിശ്വാസ ജീവിതത്തിൽ വന്ന ശേഷം അവര് ദൈവത്തെ അറിഞ്ഞിട്ട് പിന്നെ ദൈവത്തെ എന്ത് ചെയ്യാം, അവര് എതിരായി നിൽക്കും നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഇവിടെ ആദാമും ദൈവത്തിനെതിരായി നിന്നു. പിന്നത്തെ ആദാമിന്റെ സന്തതികൾ കൂടി എന്ത് ചെയ്തു, പാപത്തിന്റെ പരിണിത ഫലത്തിലേക്ക് പോയി നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ നിർമ്മിച്ചത്, ദൈവം നമ്മെ സ്നേഹിച്ചത്, ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിനെതിരായി നിൽക്കാനല്ല, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടി. അതുകൊണ്ട് ആരെങ്കിലും ഈ ദൈവശബ്ദം കേൾക്കുന്നവർ, ഈ തിരുവചനം കേൾക്കുന്നവർ ആരെങ്കിലും ദൈവത്തിന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാളത്തെ നാശത്തിനായി നോക്കുക. ആദാം എന്ന് പറയുന്ന മനുഷ്യ ദൈവത്തിന്റെ മകൻ, പക്ഷേ ആ ആദാമെ ഒരിക്കലും ഇനി മടക്കി കൊണ്ടുവരാൻ കഴിയില്ല. കാരണം സകല മനുഷ്യനും പാപികളായി തീർന്നത് ആദാം മുഖാന്തരമാണ്. അത് വലിയ ശിക്ഷ ആദാമിനെ വെച്ചിട്ടുണ്ട്. ആ ശിക്ഷയ്ക്ക് നമ്മൾ പങ്കാളികളായി തീരുക. അതുകൊണ്ട് എന്ത് ചെയ്യാം, നാം ആദാമിന്റെ മകളാകാതെ ദൈവത്തിന്റെ മകളായി, യേശു ക്രിസ്തുവിന്റെ മകളായി, ഒടുക്കത്തെ ആദാമായ അമ്മ ക്രിസ്തുവിൽ നാം ജീവിച്ചാൽ നിത്യത നാം പോകുവാൻ ഇടയാകും. ദൈവത്തിന്റെ മകൾ എന്ന് പറയുന്നത് ആദാമിന്റെ സന്തതിയല്ല, ക്രിസ്തുവിന്റെ സന്തതി. വചനങ്ങൾ ദൈവം നിങ്ങളെ സഹായിച്ചിട്ട് പുതിയൊരു പഠന ചിന്തയുമായി നമ്മൾ കാണാം. അതുവരേക്കും സർവശക്തനായ ദൈവം നിങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ആമേൻ.